ഞങ്ങൾ കുട്ടികളുടെ ഇടയിൽ കിടക്കുമ്പോൾ നിങ്ങളുടെ പണികൾ എങ്ങനെ നടക്കും? ഇതാണ് അവരുടെ ചോദ്യം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് കുറച്ച് സംസാരിക്കാമെന്ന് പറഞ്ഞ് വന്നതാണ്. അത് സംസാരിക്കാനുള്ള വിഷയം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ ദിവസമല്ല, ഒരു 3 ദിവസം മുമ്പ് നമ്മുടെ ഹോം ടൂർ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ വീടിൻ്റെ. അപ്പോൾ അതിൽ വന്ന കുറച്ച് കമൻസ് എന്നല്ല, ഒരു 4-5 പേരുടെ കമൻസ്, ബാക്കിയൊക്കെ നല്ലതാണ്. ഈ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നവരും നെഗറ്റീവായിട്ട് മാത്രമല്ല, വേറെ ഷോട്ട് ഇട്ടതും നമ്മളെ അപ്പം അല്ല, ഈ എന്താ പറയുക, നമ്മൾ ഈ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന ആൾക്കാർ എപ്പോഴും നെഗറ്റീവായിട്ട് തന്നെ ചിന്തിക്കും. അതിൽ കുറച്ച് കമൻസ് വന്നത് ഞാൻ ഞെട്ടിപ്പോയ കുറച്ച് കമൻസാണ്. അത് ഈ വീഡിയോ അവർ കാണുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ തന്നെയും മറ്റുള്ളവരിലേക്കായാലും അവർ പറഞ്ഞ കാര്യം, അതിനെപ്പറ്റി ഞങ്ങൾക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. അതിനാണ് നമ്മൾ ഇപ്പോൾ ഈ വീഡിയോ എടുത്തത്. അതാണ്. അപ്പോൾ എല്ലാവരും സുഖമായിട്ട് സേഫായിട്ട് ഇരിക്കാമെന്ന് വിശ്വസിക്കുന്നു. കാരണം മഴയൊക്കെയാണ്, ഇവിടെ മഴയില്ല കേട്ടോ, അതാണ് ഇപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുന്നത്. ഇന്നൊരു രാവിലെ ചെറുതായിട്ടൊന്ന് കൊല്ലം ജില്ലയിൽ വലിയ മഴയും പ്രശ്നമൊന്നുമില്ല. അവിടെ എല്ലാ ദിവസവും സ്കൂളും ഉണ്ട്. നമ്മൾ ലഞ്ച് ബോക്സ് ഇടുമ്പോൾ വലിയ ശക്തിയായുള്ള മഴയില്ല, എല്ലാ വീഡിയോയിലും കാണിക്കാറുണ്ട്, പിന്നെ പറയാറുണ്ട്, കമന്റ് ഇടാറുണ്ട്, ഞങ്ങൾക്ക് വയനാട് ഇല്ല, കണ്ണൂരില്ല എന്നൊക്കെ. പക്ഷേ കൊല്ലം ജില്ലയിൽ എല്ലാ ദിവസവും പഠിത്തമുണ്ട് കേട്ടോ. അപ്പം അതെ, അതുകൊണ്ട് ഇങ്ങനെ വീഡിയോ എടുക്കാൻ പൊന്നൂസ് മോണ്ടനും, പിന്നെ പൊന്നൂസിനും മോനൂട്ടനും എക്സാമും ആണ് കേട്ടോ. അതുകൊണ്ട് പോയി അവർക്ക് ഓണപ്പരീക്ഷയൊക്കെ നേരത്തെയാണ്. അപ്പം ഞാൻ 2-3 കമൻസ് വായിക്കാം. മുത്തുമണീസ്, പിന്നെ ഫൈസൽ ഫസീൽ എന്ന് പറയുന്ന ഒരാളാണ്. ഒരു ചെറുക്കനാണോ കൊച്ചാണോ എനിക്കറിയത്തില്ല. നമുക്ക് ആദ്യം അത് തന്നെ വായിക്കാം. ഫൈസൽ ഫസീൽ എന്ന് പറയുന്ന ഇത് എഴുതിയതാണ്. ഞങ്ങൾ കുട്ടികളുടെ ഇടയിൽ കിടക്കുമ്പോൾ നിങ്ങളുടെ പണികൾ എങ്ങനെ നടക്കും? ഇതാണ് അവരുടെ ചോദ്യം. ഞാൻ നമ്മുടെ റൂം കാണിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്ക് 2 റൂമേ ഉള്ളൂ. അതുമല്ല പൊന്നൂസും മോണ്ടിനും കുഞ്ഞുങ്ങളാണ്. അവർ അത്താടെ അമ്മയുടെയും കൂടെ, എൻ്റെ പ്രായത്തിൽ ഞാനൊരു 10ാം ക്ലാസ് വരെയൊക്കെ എൻ്റെ അമ്മയുടെ കൂടെയാണ് കിടന്നത്. അപ്പം നമ്മൾ നമ്മുടെ അമ്മയുടെ കൂടെയാണ് കിടക്കുന്നത്. അപ്പോൾ ഒരു റൂമിൽ നമ്മൾ അലമാരിയൊക്കെ വെച്ചേക്കോ, ഈ റൂമിലാണ് ഞാനും അണ്ണനും പൊന്നൂസും മോനൂട്ടനും കിടക്കുന്നത്. അത് ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ വളരെ കാഷ്വലായിട്ട് പറഞ്ഞതാണ്, ഒരു സന്തോഷം എന്ന വിധി. കാരണം എന്ന് വെച്ചാൽ എൻ്റെ വീട്ടിൽ, ഞാൻ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മായി അത്തായും, എൻ്റെ അത്ത ഭയങ്കര തമാശയാണ്. അമ്മ പൊതുവെ ഒരിച്ചിരി തമാശയൊന്നുമില്ല. പക്ഷേ എങ്കിൽ പോലും അത്ത തമാശയും കാര്യങ്ങളൊക്കെ പറയുമെങ്കിൽ അവർ തമ്മിൽ അങ്ങനെ ഒരു കെട്ടിപ്പിടിച്ചോ ഒരു ഉമ്മ കൊടുത്തോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. നമ്മുടെ പൊതുവെ ഞാൻ എൻ്റെ കാര്യം പറയാം, അണ്ണൻ്റെ അത്തയുടെ അമ്മയുടെ കാര്യം പറയാം. എൻ്റെ അത്തയുടെ അമ്മയുടെ കാര്യം എന്ന് വെച്ചാൽ, ഞാൻ തന്നെ ഒരു 10, 13, 14 വയസ്സ് വരെ ഞാൻ അമ്മയുടെ കൂടെ കിടന്നിട്ടുള്ളത്. അത്തയുടെ അമ്മയുടെ കാര്യം ഞാൻ പറഞ്ഞ കാര്യം എങ്ങനെ, ഞാൻ ഇതിനുള്ള മറുപടി അല്ല, അണ്ണൻ്റെ വീട്ടിൽ ഞാൻ ചെന്നിട്ടുള്ള കാര്യം പറയാം, അത് കഴിഞ്ഞിട്ടാണ് പറയാം. അണ്ണൻ്റെ വീട്ടിൽ അണ്ണൻ്റെ അത്ത എന്ന് പറഞ്ഞാൽ നമ്മൾ അത്തായ്ക്ക് ഒരു ബഹുമാനം കൊടുക്കും. അപ്പം അമ്മായി അത്തായി ഇതുവരെ അങ്ങനെ തമാശ പറയുന്നതോ കാര്യം പറയുന്നതോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ ഒരു പ്രണയിക്കുന്ന രീതിയിലൊന്നും നമ്മൾ കണ്ടിട്ടില്ല. അപ്പം എന്ന് വെച്ചാൽ അത്ത എപ്പോഴും ഒരു വലിയ ബഹുമാനമുള്ള ഒരാൾ, അമ്മ അതിനനുസരിച്ച് അമ്മയോട് സംസാരിക്കും, അത്രയേ ഉള്ളൂ. അത് കാരണം എന്തെന്ന് വെച്ചാൽ, ഞങ്ങളുടെ നാട്ടിലൊക്കെ എല്ലാവരും പ്രവാസികളാണ്. അപ്പം എല്ലാവരും ഗൾഫിൽ പോയി ഒരു 2 വർഷമൊക്കെ കൂടുമ്പോൾ ഒരു ലീവിന് വരുന്ന, അതായത് മക്കൾക്ക് ഒരു അതിഥികളായിട്ടാണ് വരുന്നത്. ഇത് വല്ലപ്പോഴും പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ട് കൊണ്ടുവരുന്നവർ. അപ്പോൾ 2 വർഷം കൂടുമ്പോഴേ മക്കളൊക്കെ കാരണം അത്തായിട്ട് വലിയ അറ്റാച്ച്മെന്റ് ഇല്ല, കമ്പനിയില്ല. അപ്പം അത് അന്നത്തെ കാലത്ത് ഫോണോ ഒന്നുമില്ല. അപ്പൊ നമ്മൾ വല്ലപ്പോഴും വെള്ളിയാഴ്ച ദിവസമൊക്കെ ജുമാ നിസ്കരിച്ചിട്ടൊക്കെ ഒരു വട്ടമൊക്കെ ആയിരിക്കും അത്തായിട്ട് വിളിക്കുന്നത്. അപ്പം നമ്മുടെ ആ കാലഘട്ടം പോലെ അല്ല നമ്മളിവിടെ ഇപ്പോഴത്തെ കാലഘട്ടം. അതുകൊണ്ട് ഞാനിപ്പോ നേരത്തെ പറഞ്ഞെന്ന് വെച്ചാൽ, പക്ഷെ ഇപ്പൊ ഈ കമന്റിന്റെ കാര്യത്തെ കുറിച്ച് പക്ഷെ അമ്മയായിട്ട് നല്ല അടുപ്പമുണ്ട്. കാരണം കൊച്ചുനാള് തൊട്ട് 10, 13 വയസ്സ് വരെ ഞാൻ അമ്മയുടെ കൂടെ തന്നെയാണ് ഒരുമിച്ച് കട്ടിലെല്ലാം ഉറങ്ങിയിട്ടുള്ളത്. കാരണം എന്നാലേ നമുക്കൊരു സന്തോഷമുള്ളൂ. നമുക്ക് ആ പ്രായം വെച്ച് 13 വയസ്സായാലും 5 വയസ്സായാലും 3 വയസ്സായാലും എല്ലാം എപ്പോഴും ഇല്ല, നമുക്ക് ആ ഏറ്റവും അറ്റാച്ച്മെന്റ് എന്ന് വെച്ചാൽ മാതാവാണ്, അമ്മയാണ്. അപ്പം അതുപോലെയാണ് ഇപ്പം ഈ കമന്റ് ഞാൻ പറഞ്ഞത് വന്നതെന്ന് വെച്ചാൽ, അപ്പം ഞാനും നമ്മുടെ ഇപ്പോഴത്തെ കാലഘട്ടം മാറി. നമ്മുടെ വീട്ടിൽ ആ സാഹചര്യം ഇല്ല. നമ്മൾ കുറച്ചുകൂടെ ചിന്തിക്കുന്നുണ്ട്. അപ്പം ഞാനും അണ്ണനും
ഒന്ന് കെട്ടിപ്പിടിക്കുക, ഉമ്മ വയ്ക്കുകയൊക്കെ ചെയ്യുന്നത് ഞങ്ങളുടെ മക്കൾ കാണാറുണ്ട്. കാരണം നമ്മൾ സ്നേഹിക്കുന്നത്, മാതാപിതാക്കളെ സ്നേഹിക്കുന്ന മക്കൾ കണ്ടു വരട്ടെ എന്നുള്ള രീതിയിലാണ് നമ്മൾ തമാശ പറയുകയും കെട്ടിപ്പിടിക്കുകയും ഒക്കെ ചെയ്യുന്ന കുഞ്ഞുങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഇതിൽ മോനോട്ട് എപ്പോഴും പറയും, അയ്യോ എപ്പോഴും അങ്ങ് പ്രേമോ അങ്ങനെ പ്രേമിക്കേണ്ട, ഇങ്ങനെയൊക്കെ പറയുന്ന കൊച്ചു കൊച്ചു ഡയലോഗുകൾ കുഞ്ഞുങ്ങൾ പറയാറുണ്ട്. അത് അവർ കണ്ടു വളരട്ടെ. പിന്നെ വഴക്കുണ്ടാക്കുന്നില്ല എന്നല്ല പറയുന്നത്, ഞാൻ നമ്മൾ വഴക്കായിരുന്നു. കൊച്ചു കൊച്ചു കാര്യങ്ങൾ നമ്മളെല്ലാവരും എല്ലാ വീട്ടിലും ജീവിതമാകുമ്പോൾ പിണക്കവും കാണും, സ്നേഹം കണ്ടാണ് മക്കൾ വളരേണ്ടത്. അപ്പം അങ്ങനെയുള്ളൊരു പണ്ടത്തെ കാലഘട്ടവും ഇപ്പോഴത്തെ കാലഘട്ടം തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പം ഞാൻ പറഞ്ഞത്, നമ്മൾ റൂമിൽ കിടക്കുമ്പോൾ കുഞ്ഞുങ്ങൾ, അണ്ണൻ ഇവിടെ, പൊന്നൂസ് ഇവിടെ, മോനൂട്ടൻ ഇവിടെ, ഞാൻ അങ്ങറ്റമാണ്. ഫാനിൻ്റെ കാറ്റ് കിട്ടാൻ വേണ്ടി എന്നെ 3 പേരും അങ്ങറ്റമാക്കി. അപ്പം ഞാൻ പറഞ്ഞു, മോനൂട്ടൻ ഒരു കാണാൻ വെച്ചാൽ അണ്ണനെ അടുത്ത് കിടത്തത്തില്ല. അത് കുഞ്ഞിന്, ആൺപിള്ളേർക്ക് പ്രത്യേകിച്ച് അമ്മമാരോടൊരു ഭയങ്കര സ്നേഹമായിരിക്കും. അപ്പം അവൻ എൻ്റെ കൂടെ എന്നെ ആരും കിടത്തത്തില്ല, പൊന്നൂസിനെയും കിടത്തില്ല. അത് ഇളയ കുഞ്ഞിന്നുള്ളൊരു ഇതും അവൻ എന്നോട് ഭയങ്കര ആൺപിള്ളേർക്ക് അമ്മയായിട്ടാണ് ഒരു അറ്റാച്ച്മെന്റ്. അതുകൊണ്ട് പെൺകുട്ടികൾക്ക് അത്തടുത്താണ് ഏറ്റവും. ഞാൻ ആ ഒരു കാര്യം മനസ്സിൽ വെച്ചിട്ടാണ് പറഞ്ഞത്. ഇവിടെ അണ്ണൻ കിടക്കും, മോനൂട്ടൻ അണ്ണൻ്റെ കൂടെ ഞങ്ങളെ രണ്ടുപേരും ഒരുമിച്ച് കിടത്തത്തേ ഇല്ലെന്ന് ഞാൻ ആ ഒരു മൈൻഡ് വെച്ചാണ് പറഞ്ഞത്. നമ്മൾ ദുഷിച്ച മൈൻഡ് അല്ല ഉദ്ദേശിക്കുന്നത്. ആ കുഞ്ഞുങ്ങളാണ് അവരിപ്പോ 6-8 വയസ്സുള്ള പൊടി കുഞ്ഞുങ്ങളാണ്. അപ്പൊ അവർക്ക് അവരുടേതായ സന്തോഷങ്ങളുണ്ട്. ഇപ്പൊ അവരിപ്പം ഈ പ്രായത്തിലൊന്നും നമുക്ക് മാറ്റി കിടത്താൻ ഒക്കത്തില്ലല്ലോ. അപ്പൊ കിടക്കുമ്പോ അവരെ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് മക്കളും കൂടെയാണ്. അപ്പൊ അവരെ സന്തോഷങ്ങളുടെ അല്ലെ, അവരെ ആഗ്രഹങ്ങൾ നമ്മൾ സഹായിച്ചു കൊടുക്കണം. അപ്പം ഞാൻ ആ പറഞ്ഞ ഇതിൽ വെച്ചായിരുന്നു ഈ നെഗറ്റീവ് കമൻറ്റ് വന്നത്. പക്ഷെ അത് അവരുടെ നെഗറ്റീവ് മൈൻഡിൻ്റെ സ്വഭാവമാണെന്ന് എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഫൈസൽ ഫസിയോട് എനിക്ക് പറയാനുള്ളത്, ഈ കളി എന്ന് പറയുന്ന സംഭവം അല്ലല്ലോ ജീവിതം. നിങ്ങളത് നിങ്ങളെ മൈൻഡ് അത്രയും വൃത്തിയുടെ രീതിയിൽ ഞാനത് പറഞ്ഞത് നിങ്ങൾ എടുത്തു എന്നാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ കുഞ്ഞ് അത് അയാൾക്ക് എഴുതാമെങ്കിൽ എനിക്ക് പറഞ്ഞുകൂടി. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് എൻ്റെ മോൻ എൻ്റെ കൂടെ കിടക്കും. അവന് കുറച്ച് ഇപ്പം ഞങ്ങൾ പറയാറുണ്ട്, നമുക്കൊരു 3ാമതൊരു കുഞ്ഞൂടെ ആവാമെന്ന് എല്ലാവരും കമൻറ്റൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഞാൻ ചുമ്മാ മോനൂട്ടനോട് ചോദിക്കും, മോനൂട്ടാ നമുക്കൊരു കുഞ്ഞുമാവയും കൂടെ. അവ കൊറിവിച്ച് അവിടെ പോയിരിക്കും. അപ്പം അവൻ എന്താ വേറൊരു കുഞ്ഞ് വന്നാലും ചോദിക്കും. മോനൂട്ടൻ പറയുന്ന കാരണമുണ്ട്, പറയണ്ടേ. അവൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ 3ാമതൊരു കുഞ്ഞ് വരുമ്പം അവൻ്റെ അടുത്ത് ഇപ്പം കാണിക്കുന്ന സ്നേഹമല്ല, പിന്നെ മെയിനായിട്ട് പറയുന്ന കാര്യം പറയാം. പിന്നെ കാണിക്കുന്ന വെച്ചാൽ എൻ്റെ അമ്മ എന്നെ കൂടെ കിടത്തത്തില്ല. ഇതാണ് അവൻ മെയിനായിട്ട് പറയുന്ന കാര്യം, അമ്മ എന്നെ കൂടെ കിടത്തത്തില്ല എന്ന്. അപ്പം ആ ഒരു മൈൻഡ് എപ്പോഴും അത് പറയുന്നതാണ്. അത് വെച്ചാണ് ഞാനും ബെഡ്റൂം കാണിച്ചപ്പോൾ പറഞ്ഞത്, മോനൂട്ടൻ പൊന്നൂസ് മൂത്തതല്ലേ, പക്ഷെ പൊന്നൂസ് എൻ്റെ കൂടെ കിടക്കാനാണ് ആഗ്രഹം. അവൾ എൻ്റെ കൂടെ കിടക്കുന്നത്. അപ്പം തന്നെ അവൻ പക്ഷെ ചില സമയങ്ങളൊക്കെ മോനിട്ടനോട് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടായിട്ട് പൊന്നൂസ് പറയും, ഞാൻ അമ്മ അടുത്ത് കിടക്കുന്നത്. സമ്മതിക്കത്തില്ല, അവൻ കെറിവിച്ചിരിക്കും. ഒരു ദിവസം നമ്മളിലെ സിനിമയുണ്ടല്ലോ കുമ്പളങ്ങി നൈറ്റ്സിൽ ഫഹദ് ഫാസിൽ നിന്നതുപോലെ കെറിവിച്ച് കട്ടിലിൽ നിന്ന് ചാടി ഇറങ്ങി ഭിത്തിയിൽ പോയി ഇങ്ങനെ ഒരു നൃത്തം. ഞാൻ സത്യം അതാ ഓർമ്മ. എപ്പോഴും ഇവള് കൂടെ വേണമെങ്കിൽ പോലും ചില സമയത്ത് ഈ ദുഃഖ സ്വപ്നങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഓടി എൻ്റെ അടുത്താണ് വരുന്നത്. എൻ്റെ അടുത്ത് കിടന്നങ്ങ് ഉറങ്ങും. രാവിലെ എണീക്കുമ്പോൾ ആള് എൻ്റെ അടുത്താണ്. പക്ഷെ കാരണം അവന് എന്തൊരു സ്വപ്നങ്ങൾ പേടി വരുമ്പം അവൻ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ഞാനാ എന്നുള്ളൊരു ധൈര്യത്തിലാവ എൻ്റെ അടുത്ത് വന്ന് കിടക്കുന്നത്. പക്ഷെ അത് അവന് ഓർമ്മ കാണത്തില്ല. രാവിലെ എണീക്കുമ്പോൾ നോക്കുമ്പോൾ എൻ്റെ അടുത്ത് കിടക്കുമ്പോൾ അതിന് അവൻ അന്നത്തെ ദിവസം വഴക്കാരും. കാരണം അവനായിട്ട് വന്നിട്ട് അവൻ വിചാരിക്കുന്നത് അവനെ മാറ്റി കിടത്തി. അതിന്റെ പേര് ചിലപ്പോൾ പറയാം ഞാൻ സ്കൂളിൽ പോയി. അപ്പൊ ആ ഒരു അങ്ങനെ മൈൻഡ് ഉള്ള ഒരു കുഞ്ഞാണ് അവൻ. എന്റെ കീഴിൽ നിന്ന് മാറാതെ ഞങ്ങളിപ്പോ വീഡിയോ എടുത്താല് ഇങ്ങനെ ചെയ്താൽ ഇപ്പൊ മക്കളെ കുഞ്ഞുങ്ങളില്ലയോ, അവരെ കിടന്നോട്ടെ. അവർക്ക് ഈ പ്രായത്തിലല്ലേ പറ്റൂ. അവരൊക്കെ ഒരു പ്രായം ഞാൻ ആഗ്രഹിച്ചാൽ പോലും അവർ എൻ്റെ അടുത്ത് വന്ന് കിടക്കത്തില്ല. എനിക്കിപ്പോഴേ എൻ്റെ കുഞ്ഞിനെ ചേർത്ത് പിടിക്കാൻ പറ്റും. അതുപോലെ ഞങ്ങൾ കാറിൽ പോകുമ്പോൾ ഫ്രണ്ട് സീറ്റിൽ ഞാൻ ഇരുന്നാലും എൻ്റെ മടിയിലേ അവൻ ഇരിക്കും. അത് കാണുമ്പോൾ ഇച്ചി കഴിയുമ്പോൾ പൊന്നൂസും വന്നിരിക്കും. ഇത്രയും വളർന്നില്ലയോ കുഞ്ഞുങ്ങളെ അതിന് മടി ഇരുത്തണ്ട എന്ന് പറയും. പക്ഷെ അവർ പോകത്തില്ല. പിന്നെ എനിക്ക് അവരിയ്ക്കുന്നതും ആ ഒരു സന്തോഷം. എന്ന് പറയുന്നതെന്ന് വെച്ചാൽ ഈ താഴത്തെ ഈ മാറ്റ് ഉണ്ടല്ലോ, മാറ്റ് മൊത്തം പിള്ളേർ അവിടെ ഇരിക്കുമ്പോൾ ചവിട്ടി സത്യം പറഞ്ഞ ഒരു സൈഡിൽ കയറി. അതുകൊണ്ട് ഞാൻ ചിലപ്പോൾ ആ കാരണം കൊണ്ട് ചിലപ്പോൾ ഞാൻ പറയും, ദേഷ്യം കൊണ്ട് പറയും, മക്കളെ പോയി പുറവേലി വെറുതെ ചവിട്ടി കീറാതെ എന്നൊക്കെ പറയും. പക്ഷെ എന്നാലും അവർ ഫ്രണ്ടിൽ ഇരിക്കണം തന്നെ ആഗ്രഹം. കാരണം എപ്പോഴും നമ്മുടെ കൂടെ തന്നെ വേണം. അതുപോലെ തന്നെ ഇപ്പം അവർക്ക് ഒരു 10, 13 അല്ലെങ്കിൽ 15 വയസ്സ് ഒരു പ്രായ പക്വതയായി കഴിഞ്ഞാൽ ചിലപ്പം ഇപ്പം ഞങ്ങളിപ്പോൾ സത്യം പറഞ്ഞാൽ വലിയ രീതിയിലൊക്കെ വെളിയിൽ പോകുന്നു, കറങ്ങുന്നു, എടുക്കുന്നു.
ഇങ്ങനെയൊക്കെ ചെയ്യുന്നു. പക്ഷെ ഒരു പ്രായം കഴിഞ്ഞാൽ അവരും ചിലപ്പം വരാൻ ചിലപ്പം മടിക്കും. അവർക്ക് അതിനോടായിരിക്കത്തില്ല അപ്പൊ കാരണം അവർക്ക് ഇപ്പൊ കുഞ്ഞുങ്ങളാ, ഇപ്പോഴാണ് അവർക്ക് അത്തായമായുള്ള സന്തോഷങ്ങളും ഇതൊക്കെ ചെയ്യാൻ ഈ പ്രായത്തിലേ പറ്റൂ. വളർന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് സ്വന്തമായ ഒരു തീരുമാനമായിരിക്കും, വേറൊരു നിലപാടായിരിക്കും. അപ്പൊ നമുക്ക് ഈ പ്രായത്തിലെ കുഞ്ഞുങ്ങളെ ഇങ്ങനെയുള്ള രീതിയിലുള്ള സന്തോഷങ്ങൾ അവർക്ക് കൊടുക്കാൻ പറ്റും. അതൊക്കെ വേറെ നെഗറ്റീവായിട്ട് വേറെ ചിന്തിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞങ്ങളുടെ കൂടെ കിടക്കുന്നത് ഞങ്ങൾക്ക് അതിൽ ഒരു വിഷമവും. അതുപോലെ ഫൈസൽ ഫസിക്ക് തിരിച്ചൊരാൾ കമന്റ് കൊടുത്തേക്കോ മൈ വേൾഡ് എന്നാണ് പറയുന്നത്. അതിൽ കൊടുത്ത ആ പെണ്ണാണോ ആണോന്നോ ആർക്കറിയാം. ആ പെണ്ണ് തിരിച്ച് ഉടനെ കമന്റ് കൊടുത്തേക്കാം. അതല്ലേ അവർ പറഞ്ഞത്, കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ പണി ഒപ്പിക്കുമെന്ന്. എന്തൊരു മനുഷ്യരാണ്, എന്തൊരു മനുഷ്യരാണ്. ഇപ്പൊ അവനാണ് അവളെ ആയിക്കോട്ടെ അല്ലെങ്കിൽ എവനും ആയിക്കോട്ടെ, ഇപ്പൊ ഇവളെയൊക്കെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമുണ്ടോ? ഇതിപ്പോ ഞങ്ങളുടെ എല്ലാവരും ജീവിതത്തിൽ കുടുംബജീവിതം ആകുമ്പോൾ നമ്മുടെ സ്വകാര്യ കാര്യങ്ങളൊക്കെ നടക്കേണ്ടത് നടക്കും. അതൊക്കെ അവരെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിപ്പോ ഇതിനു വേണ്ടി നടക്കുന്ന കുറച്ച് ജന്മങ്ങളുണ്ട്. എന്തോ പറയാനാ. ഇത് മാത്രമല്ല, ഈ ഫേസ്ബുക്കിനകത്ത് തന്നെ ഞാൻ നോക്കിയിട്ട് യൂട്യൂബിൽ പിന്നെയും കുറവാ. ഫേസ്ബുക്കിനകത്തൊക്കെ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൽ വരുന്ന കമന്റുകൾ എന്തോ പറയുന്നത്. അതായത് അമ്മായിയൊക്കെ ചേർത്ത് വെച്ചാണ് ഓരോന്നൊക്കെ പറയുന്നത്. അതെന്ന് പറഞ്ഞാല് ഈ ചില ആൾക്കാരുടെ മൈൻഡാണ് പ്രശ്നം. ഇപ്പൊ നമ്മൾ ഈ പക്ഷെ ഇതിനകത്ത് ഒരുമാതിരി ഫേക്ക് ഐഡിയ പോലെയാ. കാരണം എന്താ വെച്ചാൽ നമുക്ക് അതിന്റെ പേര് മാത്രമേ വേൾഡ് വേറെ എന്തൊക്കെ പേര് നമുക്കൊന്നും മനസ്സിലാവത്തില്ല ആരാണ്. പക്ഷെ ഫേസ്ബുക്കിനകത്താണെങ്കിൽ അവരെ സ്വന്തം പ്രൊഫൈൽ, അവരെ അഡ്രസ്സ്, കാര്യങ്ങളെല്ലാം ഉണ്ട്. എന്നിട്ട് ഉളുപ്പുമില്ലാതെ വന്നിട്ട് അവനൊക്കെ ഇട്ടേക്കുന്ന പ്രൊഫൈലിലൊക്കെ ഇതൊക്കെ കണ്ട് നോക്കിക്കഴിഞ്ഞാൽ എന്തോ വലിയ നല്ല കൾച്ചറുള്ള നല്ല എന്തോ ഉള്ളവനാണ് നമുക്കത് കാണാമെന്ന് തോന്നുന്നു. പക്ഷെ അവൻ്റെയൊക്കെ സംസാരവും അവൻ്റെ മനസ്സിലിരിപ്പൊക്കെ എന്തുവാ ഇത്, ഒരു വെറു ഉളുപ്പില്ലാത്ത രീതിയിലാണ് സംസാരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ കൊടുത്തേക്കുന്ന KLVSHM, ഇതെന്തൊരു പേരാണ് എനിക്കറിയത്തില്ല. ഇത് അടുത്തത് അത് ഈ പറഞ്ഞേക്കുന്ന കമന്റിന് റിപ്ലൈ കൊടുക്കുമല്ല, വേറൊരു കമന്റാണ്. നിങ്ങൾ എന്നും ഇങ്ങനെ തന്നെയാണോ കിടക്കുന്നത്? കുട്ടികളുടെ നടുവിൽ കിടന്നാൽ എങ്ങനെ സാധിക്കും ഇത്ത? എൻ്റെ അടുത്ത് ചോദിക്കുന്നത് എങ്ങനെ സാധിക്കും ഇത്താന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ഉദ്ദേശിക്കുന്ന ആ സാധനം മാത്രം ഉൾപ്പെട്ടതാണോ ഒരു ദാമ്പത്യ ജീവിതം? അതുകൊണ്ട് അത് പ്രകൃതിപരമായി നമ്മൾ പറയുന്നുണ്ട് എന്ന് വെച്ച് ഈ പറയുന്ന ഉമ്മാരൊക്കെ ഈ രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ടൊക്കെ ഭക്ഷണം കഴിക്കുന്ന പോലെയാണ് ഇതൊക്കെ ചെയ്യാറ്. അല്ല, ഇമാരുടെ ജീവിതം ഇത് തന്നെയാണെന്നാ. അതല്ല, സത്യം പറഞ്ഞാൽ മൃഗങ്ങൾ പോലും ഇങ്ങനെ ചിന്തിക്കത്തില്ല. മൃഗങ്ങൾ പിന്നെ സ്നേഹമുള്ളവരെ ഞാൻ നോക്കിയിട്ട് ഇത് നമ്മളിപ്പം എന്താ പറയാ, ഹോം ടൂർ വീഡിയോ ഇട്ടപ്പോൾ ഒരു 100 കമന്റ് വന്നതിൽ ഒരു 10 കമന്റാണ് ഞാനിപ്പോൾ നിങ്ങളടുത്ത് പറഞ്ഞത്. ആ 10 പേരുടെ ചിന്താഗതി, ആ 10 പേരുടെ മൈൻഡ് സെറ്റ്, എൻ്റെ പൊന്നെ എന്തുവാ ഇത്? അതാ ഞാൻ ആലോചിക്കുന്നത്. ഇവരിതേന്ന് പറഞ്ഞാൽ തോന്നുന്നു എന്ന് രാവിലെ എഴുന്നേക്കുന്നതും കുളിക്കുന്നതും ആഹാരം കഴിക്കുമ്പോൾ ഈ ഒരു മൈൻഡേ ഉള്ളൂ, വേറെ ഒന്നും ഇല്ല ഇവർക്ക്. ഞാൻ വിചാരിച്ചു ഇവർക്കൊക്കെ റിപ്ലൈ കൊടുത്താലും, അതായത് നമ്മളൊരു വീഡിയോ ഇടുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും കുറ്റങ്ങളുണ്ടോ എന്ന് തിരയുന്ന ആൾക്കാരുണ്ട്. ചിലപ്പോൾ ഒന്നും കിട്ടാതെ വരുമ്പം അവർക്കൊക്കെ എന്തെങ്കിലും പറയണമല്ലോ, അങ്ങനെ പറയുന്നതായിരിക്കും. ആ വീട് സത്യം പറഞ്ഞാൽ എൻ്റെ അടുത്ത് കുറച്ച് നേരം മുമ്പ് ഇവിടെ എൻ്റെ അടുത്ത് പറഞ്ഞാൽ നമുക്ക് ഒരു വീഡിയോ എടുക്കണം. സത്യം പറഞ്ഞാൽ എൻ്റെ അടുത്ത് എന്തോ വീഡിയോ എന്ന് പറഞ്ഞു ഒരു വീഡിയോ എടുക്കാറുണ്ട്. അണ്ണ എല്ലാം പെട്ടെന്ന് റെഡിയാവും. പക്ഷേ ഇത് കാര്യം പറഞ്ഞാൽ ഒന്നുകൂടെ ഞാൻ റിപ്പയർ ചെയ്ത് നല്ല രീതിയിൽ എനിക്ക് പെട്ടെന്ന് മൈൻഡിൽ വന്നതാണ്. ഞാൻ ഇപ്പൊ സ്പോട്ടില്ല ഇതിനുള്ള മറുപടി ഞാൻ തരുന്നത്. കമന്റ് ഒക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിക്കും ഇത് എന്തൊരു മനുഷ്യരാണ് എൻ്റെ പൊന്നേ. എന്നാലും നമ്മളിപ്പോൾ ഈ കാര്യം എപ്പോഴും ഇങ്ങനെ ഒരാളെ കാണുമ്പം ഇങ്ങനെയുള്ള ചിന്താഗതിയും മൈൻഡും അവരങ്ങനെ പറഞ്ഞതിനെ വളച്ചൊടിച്ചെടുക്കുകയും ഇങ്ങനെ ചിന്തിക്കുകയും ചെയ്യുമ്പോൾ ഞാൻ ആലോചിക്കുവാണ് ഇവരുടെ മൈൻഡ് സെറ്റ്. വേറെ ഇത് മാത്രമല്ല, വേറൊരു കമന്റ് എന്ന് വെച്ചാൽ ഞങ്ങള് 9 ലക്ഷം സബ്സ്ക്രൈബർ ആയതിൻ്റെ ഒരു കേക്ക് മുറിച്ചപ്പം തന്നെ എടുത്ത് പോയി നല്ല തിന്നിന്നെ, ഞങ്ങളെ പണം കൊണ്ടല്ലേ നീയൊക്കെ ഇങ്ങനെ കിടന്ന് തിന്ന് കറങ്ങി നടക്കുന്നേന്ന്. അല്ല, ഞാൻ ആലോചിക്കും ഇവരെന്തുവാ സത്യം പറഞ്ഞാൽ. ഞങ്ങൾ സത്യം പറഞ്ഞാലേ നമുക്കൊരു 100-ല് ഒരു 10 കമന്റ് നെഗറ്റീവ് വന്നെന്ന് വിചാരിച്ചോ, ആ 10 കമന്റും ഭയങ്കരമായിട്ട് ഇവരിങ്ങനെ ചിന്തിക്കുന്നല്ലോ. നമ്മളിപ്പോ പൊതുവെ മൊത്തത്തിൽ ചിന്തിക്കുകയാണ്. ഇപ്പൊ നമ്മുടെ നാട്ടിലെ MLA ആയാലും MP ആയാലും ആരായാലും ജനങ്ങളുടെ പൊതുമുതൽ, അതായത് അവർ കരമടയ്ക്കുന്ന, അവരെ ടാക്സ് കൊടുക്കുന്ന പൈസയൊക്കെ അവരടച്ച് അതിൽ നിന്ന് ശമ്പളം പറ്റുന്നവരാണ് ഈ വലിയ ഭരണാധികാരികളായാലും ആരായാലും. അതുപോലെ തന്നെ സിനിമ ഫീൽഡായാലും സീരിയലായാലും അതൊക്കെ അവരൊരു ജോലിയാണ്. മനസ്സിലായില്ല? ഇപ്പൊ സിനിമ തിയേറ്ററിൽ പോയി എല്ലാവരും ടിക്കറ്റ് കൊടുത്ത് പടം കാണുന്നു. ആ പടം കാണുന്ന സിനിമ
അവർക്ക് ഇഷ്ടപ്പെട്ടാൽ ചിലപ്പോൾ ഓടും ഓടത്തില്ലായിരിക്കും. പക്ഷെ ആ വരുമാനത്തിൽ നിന്നാണ് സിനിമകളും വലിയ കാര്യങ്ങളും എല്ലാം നടക്കുന്നത്, ബിസിനസ്സായിട്ട് നടക്കുന്നത്. എന്ന് വെച്ച് ഇപ്പോൾ ഞങ്ങളുടെ കാശ് കൊണ്ട് നിങ്ങൾ അങ്ങനെ കോടീശ്വരാവണ്ട അല്ലെങ്കിൽ നിങ്ങൾ പണം ഉണ്ടാക്കണ്ട എന്ന് പറഞ്ഞാൽ ആരും സിനിമ കാണാതിരിക്കുമോ? പറയുന്നതിന് എന്തോ അർത്ഥമുള്ളത്. ഞാൻ പറയട്ടെ, ഞങ്ങൾ സത്യം പറഞ്ഞ ഈ 2020 കൊറോണ സമയത്ത് തുടങ്ങിയ ചാനലാണ്. ഇപ്പോഴാണ് ഞങ്ങളെ 4 പേര് അറിയുന്നത്. ഇപ്പം 4 വർഷത്തോളം മേളിലായി. അപ്പോൾ ആ 4 വർഷം കൊണ്ട് ഞങ്ങൾ കഷ്ടപ്പെട്ട് ആണ് ഇവിടം വരെ എത്തിയത്. അല്ലാതെ ഇന്നലെ തുടങ്ങി ഞങ്ങൾ പൊട്ടി മുളച്ചൊന്നും. അതുമല്ല, ഞങ്ങൾക്ക് ഓരോ വീഡിയോ ഇടുന്നതിനൊക്കെ ഞങ്ങൾക്ക് ഒരുപാട് ചിലവുകളുണ്ട്. ഞങ്ങളൊക്കെ അങ്ങോട്ട് പണം മുടക്കിയിട്ടാണ് ഞങ്ങൾക്ക് ഇങ്ങോട്ട് തിരിച്ച് കിട്ടുന്നത്. ഇപ്പോൾ ഞങ്ങളുടെ പണം കൊണ്ട് നിങ്ങൾ നല്ല ഞങ്ങളുടെ പൈസ കൊണ്ട് ഇപ്പോൾ എനിക്ക് ഞങ്ങളുടെ അക്കൗണ്ടിൽ ഇവർ പൈസ അയച്ചു തരുവാന്നോ? നിങ്ങൾ എന്നാ പോയി ഒന്ന് കറങ്ങ് എടുക്കുന്നു. നമുക്കതൊരു പോസിറ്റീവായിട്ട് എടുത്തുകൂടെ? കാരണം അവര് കഷ്ടപ്പെട്ടിട്ടാണ്, അവരുടെ സമയം കളഞ്ഞ് അവര് കുത്തിയിരുന്ന് ഞാൻ എഡിറ്റ് ചെയ്ത് ആ കൊച്ചു കഷ്ടപ്പെട്ടിട്ടാണ് ആ കൊച്ചിച്ചിരി സബ്സ്ക്രൈബർ ആയതും അതിന് യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടുന്നതും എന്ന് നല്ല മനസ്സോടുകൂടി ചിന്തിച്ചാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. നമ്മൾ എന്തിനാണ് അങ്ങനെ കുശുമ്പോടെയോ അസൂയോടെ ചിന്തിക്കുന്നത്? ഇപ്പം എൻ്റെ സ്ഥിരമായിട്ട് ബ്ലോഗ് കാണുന്ന എല്ലാവരെയും എനിക്ക് നന്നായിട്ട് അറിയാം. അവർ ഇടുന്ന കമൻറ്റുകൾ കണ്ടാൽ നമുക്ക് സത്യം പറഞ്ഞാൽ അവരോടൊരു സ്നേഹം തോന്നും. കാരണം എന്ന് വെച്ചാൽ അവർ നമ്മളെ മനസ്സിലാക്കി നന്നായി വരട്ടെ എന്ന് അനുഗ്രഹിച്ച് കൂടെ നിൽക്കുന്നവരാണ്. ഷോർട്ട് കണ്ടിട്ട് വരുന്ന ചിലവരുണ്ട്, ജസ്റ്റ് കണ്ടിട്ട് പേര്. അതായത് ഞങ്ങൾ 10 പേര് നെഗറ്റീവ് പറഞ്ഞാൽ 90 പേര് ഞങ്ങൾ പോസിറ്റീവായിട്ട് എടുക്കുന്നത്. അതുകൊണ്ടാണല്ലോ നമ്മൾ 9 ലക്ഷം സബ്സ്ക്രൈബറായി ഇവിടെ വരെ നിൽക്കുന്നത്. അതുപോലെ നമ്മളെ വീഡിയോയിൽ ഇപ്പം ഒരു 1000 പേര് കമൻറ്റ് ഇട്ടാലും അതായത് 98% ആൾക്കാരും പോസിറ്റീവ് തന്നെ ഇടുന്നത്. കാരണം ഞങ്ങൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഞാൻ ഈ നെഗറ്റീവ് പറയുന്ന ആൾക്കാരുള്ള മറുപടി പറയുന്നത്, അത് കുറച്ച് കീടങ്ങൾ കാണുമല്ലോ എവിടെയും, ഇല്ല പുഴുക്കൾ പോലെ, അതുപോലെയുള്ളു. ഇപ്പം നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങളൊക്കെ 2 ദിവസം കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതാവും, അതിൽ പുഴുക്കൾ കയറി വരും. അതുപോലെ നമ്മൾ എന്തെങ്കിലും ജീവിതത്തിൽ കുറച്ച് ആൾക്കാർ അത് എവിടെയും കാണും. നാട്ടിലായാലും ഇപ്പം നമ്മുടെ ഗ്രാമപ്രദേശത്ത് താമസിക്കുമ്പോൾ ഞങ്ങളുടെ നാട്ടിൽ തന്നെ ഞാൻ നോക്കിയിട്ട് ഇച്ചിരി പക്വതയും വിവരമുള്ള ചില ചെറുപ്പക്കാരോ ചില ആൾക്കാരൊക്കെ ഞങ്ങളെ അംഗീകരിച്ചിട്ടുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ ഞങ്ങളെ കാണുന്നത് തന്നെ ചില വേറെ രീതിയിൽ തന്നെ അസൂയ കുശുമ്പോടെ തന്നെ കാണുന്നത്. കാരണം ഞങ്ങളെ വളർച്ചയിൽ അസൂയപ്പെടുന്നവരും ഞങ്ങൾ നശിച്ച് കാണാമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ തന്നെ. അതുപോലെ കുറച്ച് കീടങ്ങൾ കാണും, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ വലുതായിട്ടൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. ഇനിയിപ്പോൾ അത്രയും മതിയോ? അടുത്ത കമന്റ് അടുത്ത കമന്റ് അതിനൊക്കെ റിപ്ലൈ കൊടുത്തേക്കുന്നതാണ്. അതൊക്കെ നമ്മൾ വായിക്കേണ്ട ആവശ്യമില്ല. അതിന് എന്റെ ഫേസ്ബുക്കിന്റെ ഇത് എടുത്താൽ മതി. അതിനകത്ത് അതായത് നമ്മളൊരു പാഡിന്റെ അത് നമുക്ക് മനസ്സിലാക്കാൻ പ്രൊമോഷൻ വീഡിയോ ആണ്. നമുക്ക് പ്രൊമോഷൻ ചെയ്യാൻ പറയുന്നു, നമ്മൾ പൈസ മേടിച്ചിട്ട് നമ്മൾ ചെയ്യുന്ന വീഡിയോ. അപ്പൊ അതിന് നിങ്ങൾ വന്ന് ഞാൻ ഒറിജിനലി ഇങ്ങനെയൊക്കെ കാണിക്കുവാണ്, അല്ലെങ്കിൽ ഞാനിപ്പം മോനൂട്ടന്റെ സ്കെച്ച് വൻ കലക്കിയിട്ടാണ് ആ പാഡിൽ ഒഴിക്കുന്നത്. അത് നമുക്ക് ബുദ്ധിയുള്ള ആർക്കും ചിന്തിച്ചാൽ മനസ്സിലാവും. ഒരു പെൺകൊച്ചിനെ ചിന്തിച്ചാൽ മനസ്സിലാവും അത് ബ്ലഡ് ആണോ. അതിനകത്ത് കുറച്ച് അത് പ്രൊഫൈലുള്ള ഒരു ഇച്ചിരി നല്ല പ്രായമുള്ള ആൾക്കാരാണ്. ഇതിപ്പോ നമ്മള് ഒറിജിനൽ ബ്ലഡ് എടുത്ത് പാഡിനകത്ത് ഒഴിച്ച പോലെ ഇവരുടെ ഒക്കെ മൈൻഡ് പ്രൊമോഷൻ വീഡിയോ ചിന്തിച്ചാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. എന്താണ് ഇങ്ങനെ കുറച്ച് ആൾക്കാർ, എനിക്കറിയത്തില്ല, കുറച്ച് പേരുടെ മൈൻഡ് സെറ്റ് എന്താ ഇങ്ങനെ. നമ്മൾ നല്ലതെന്ന് ചിന്തിച്ചാൽ നമുക്ക് നല്ലതേ വരൂ. എല്ലാ സ്ത്രീകൾക്കും വരുന്ന കാര്യമാണ്. അതിപ്പം നമ്മളിപ്പം ചെയ്യുന്ന ഒരു പ്രൊമോഷനാണ്. നമ്മൾ ടിവിയിൽ കാണിക്കാറില്ലേ? അപ്പൊ അതിനൊക്കെ കണ്ട എല്ലാം നെഗറ്റീവാരും ചിലവന്മാർ പറയും. ഒരുത്ത പറയാ കണ്ടേ നല്ല ജാമെന്ന്. എന്തൊരു ആൾക്കാരാ സത്യം പറഞ്ഞ. ഞാൻ ഇത് ഫേസ്ബുക്കിലെ കാര്യമാണ് പറയുന്നത്, യൂട്യൂബിലെ കാര്യമല്ല. യൂട്യൂബിൽ പിന്നെ അങ്ങനെ അണ്ണ അടിയാണ് ഫേസ്ബുക്കിൽ. ഓരോരുത്തർ റിപ്ലൈ കൊടുക്കുന്നെങ്കിൽ അണ്ണനാണ്. ഒന്ന് ഒട്ടിച്ച് കാണിക്കാവോ? ഞാൻ ഫേസ്ബുക്കിന്റെ കാര്യം പറയുന്നത്. അണ്ണൻ ഫേസ്ബുക്ക് യൂട്യൂബിൽ പക്ഷെ അങ്ങനത്തെ മൈൻഡ് സെറ്റ് ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല പോലും. ഇവനൊക്കെ എന്തോ ഞാൻ പറഞ്ഞേ, നിങ്ങളെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വിട്, ഞാൻ ഒട്ടിച്ച് കാണിക്കാം. നമ്മുടെ യൂട്യൂബിൽ പക്ഷേ പഠിച്ചോ സഹായിച്ച അത്രയും വൃത്തിയായിട്ട മൈൻഡ് സെറ്റുള്ള ആരുമില്ല. പിന്നെ നമുക്ക് പ്രൊമോഷൻ തരുമ്പോൾ അവർ പറയും ഫേസ്ബുക്കിൽ ഇടണം, യൂട്യൂബിൽ ഇടണം, ഇൻസ്റ്റ ഇടണം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. ഈ ഫേസ്ബുക്കിനകത്ത് ഇടുന്ന ആൾക്കാർ അവരെ ഫുൾ ഡീറ്റെയിൽ പ്രൊഫൈലുള്ള ഒരു ആൾക്കാരാണ് ഈ നെഗറ്റീവ് ഇത്രയും വൃത്തിയായിട്ട രീതി സംസാരിക്കുന്നത്. കാരണം ഇത്രമാത്രം എന്തോ പറയാനാ. ഞാൻ ഇതുവരെ നമുക്കിപ്പോൾ ഇഷ്ടമല്ലാത്തൊരു, എനിക്കത് 100% ഇതോടുകൂടി പറയാൻ പറ്റും. എനിക്കിപ്പോൾ ഒരാളെ ഇഷ്ടമല്ല, അയാളുടെ വീഡിയോ
ഭയങ്കര പന്ന രീതിയിൽ അവർ ചെയ്യുന്നതെന്ന് വിചാരിച്ചോ, എങ്കിൽ പോലും ഇതുവരെ ഞാൻ ആ വീഡിയോ കണ്ടാൽ പോലും ഒരു ബാഡ് കമൻറ്റ് ഇടുകയോ മറിച്ച് നമ്മൾ അടുത്ത വീഡിയോ എടുത്ത് തേടി പോകണം. നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരാളാണെങ്കിൽ ഞാൻ ഇതുവരെ അവരുടെ മുഖത്ത് നോക്കി നീ അങ്ങനെ ചെയ്തോ ഇങ്ങനെ ചെയ്തോ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ എൻ്റെ മനസ്സിൽ കാണുമ്പോൾ ഞാൻ നല്ല രീതിയിൽ തന്നെ സംസാരിക്കും, ഇടപഴകും ഒക്കെ ചെയ്യും. കാരണം നമ്മൾ അങ്ങനെ നിന്നാൽ നമുക്ക് നല്ലതേ വരൂ. നമ്മൾ അവരവരുടെ കാര്യം നോക്കി നമ്മുടെ കാര്യം നോക്കി പോയാൽ നമുക്ക് പടച്ചോ നല്ലത് തന്നെ തരും. നല്ലത് ഇപ്പം ഞാൻ അങ്ങനെ ചിന്തിക്കുന്നതുകൊണ്ടാവാം ഞാനിത് നമ്മുടെ യൂട്യൂബിലായാലും കുറച്ച് പേര് ഇപ്പം നമ്മൾ എന്തുവാ പിന്നെ രാജകുമാരിയിലെ ഗോൾഡ് കടയിൽ പോയി, അവിടെ ചെന്നപ്പോൾ തൊട്ട് ഒരു കൊച്ചും അമ്മായി അച്ഛനും ഞങ്ങളെ തന്നെ നോക്കിയിരിക്കുക, എന്നെ തന്നെ നോക്കുക. ഞാൻ ഓരോ മാലയൊക്കെ എന്നെ തന്നെ നോക്കുവാണ്, ചിരിക്കുക. ഞാൻ എന്തോ മോളേന്ന് ചോദിച്ചാലും മിണ്ടത്തില്ല. ലാസ്റ്റ് അവർ അച്ഛൻ പോകാൻ നേരം മാലയൊക്കെ മേടിച്ച് പിടിച്ചോണ്ട് വന്നാണ് മിണ്ടിക്കുന്നത്. വന്നപ്പോൾ തൊട്ട് നിങ്ങളെ തന്നെ നോക്കിയിരിക്കുക. പിന്നെ നമ്മൾ മിണ്ടത്തില്ലേ എടുക്കുവോ ചിലപ്പം ചിലവരെ ചിന്തിക്കുമല്ലോ ഇവർക്ക് ജാടയാണെന്ന്. പക്ഷെ അവർക്കത് പിന്നീട് കുഞ്ഞുങ്ങളെ മനസ്സല്ലേ, നമുക്കൊന്നും പറയാൻ പറ്റില്ല. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ മാലയൊക്കെ ഇട്ടോണ്ടിരുന്നു. അപ്പം വേറെ ഒരു ഇത്ത ഇങ്ങോട്ട് വന്ന് കൈ കയറി പിടിച്ച് ഞാൻ എന്നും കാണാറുണ്ട് അങ്ങനെ എങ്ങനെ വേണ്ടി നമുക്ക് നമ്മളിപ്പോൾ 4 പേര് അറിയപ്പെടുന്നത് ഞാൻ കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ്. ഞാൻ ഇപ്പോഴും നല്ല മനസ്സോടുകൂടി ചിന്തിക്കുന്നത് നമ്മൾ നല്ലത് വിചാരിക്കുന്നതുകൊണ്ട് എനിക്ക് നല്ല തരുന്നത്. ഞങ്ങളിപ്പോ സാധാരണ ആൾക്കാരെ തൊട്ട് ഞങ്ങൾ ഇത്രയും നാൾ എങ്ങനെ ജീവിച്ചു അതുപോലെ തന്നെയാണ്. ഞാൻ ഇങ്ങനെ പുറത്തിറങ്ങുമ്പോൾ തന്നെ ഇപ്പൊ സാധാരണ നമ്മള് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ട് തന്നെ ഇപ്പൊ നമ്മള് ഇന്നലെ ഗവൺമെന്റ് ആശുപത്രി ഒരാൾക്ക് ഒരു കാര്യം ഒരു സഹായമായിട്ട് ഞാൻ പോയപ്പം പിന്നെ അവിടെ ഓടി വന്നിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ കൈയൊക്കെ ഇങ്ങനെ പറിച്ചുകൊണ്ട് യൂട്യൂബർ അല്ലേ ഇത്തായ എനിക്കൊന്ന് കാണണമായിരുന്നു, എനിക്കൊന്ന് സംസാരിക്കണമായിരുന്നു, പിന്നെ ഒന്ന് കാണാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു പിന്നെന്താ ഞങ്ങളുടെ അടുത്താ, ഇപ്പൊ ഞാൻ ഇച്ചിരി തിരക്കില്ല എന്നൊക്കെ നല്ല രീതിയിലൊക്കെ സംസാരിച്ച്. പക്ഷെ അപ്പൊ ഞാൻ മനസ്സിൽ ഞാൻ ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ ഞങ്ങളടുത്തേക്ക് ഇങ്ങനെയൊക്കെ ഓരോ സ്നേഹങ്ങൾ കാണിക്കുമ്പോൾ ഞങ്ങൾ ആലോചിക്കും ഞങ്ങൾ ഇത്രത്തോളം വളർന്നോ. പക്ഷെ ഞങ്ങൾക്ക് മനസ്സിൽ വരുന്നത് ചാനലിന്റെ പേരിലാണ് നമ്മളെ വന്ന് മിണ്ടുന്നത്. ഞാൻ ഇപ്പോൾ ഒരു വീഡിയോ എടുത്ത് അത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ മൈൻഡിൽ നിന്ന് പോയി. പിന്നെ വീട്ടിൽ ഞാൻ ഒരു പ്രാന്തിയാണ്, നൈറ്റി ഇട്ട് മുടിയും കെട്ടി കൊണ്ടയും കെട്ടി വെച്ച് കിടക്കുന്ന. എൻ്റെ അടുത്ത് അണ്ണൻ പറയും നിന്നെ ഈ വീഡിയോയിലും പുറത്തൊക്കെ വെച്ച് കാണുന്ന ആൾക്കാർ വീട്ടിൽ വന്ന് കണ്ടാൽ കഴിഞ്ഞെന്ന്. കാരണം ഇവിടെ എൻ്റെ ലോകം ഞാൻ തന്നെയാണ്. അപ്പം എനിക്ക് യൂട്യൂബ് ഒന്നും പറഞ്ഞ് ഇപ്പൊ ഈ ടോപ്പ് എനിക്കിപ്പം നമുക്ക് പ്രൊമോഷൻ വേണ്ടി അയച്ചു തന്നെയാണ്. ഇപ്പം ഇതിട്ട് എനിക്ക് വീഡിയോയും ഫോട്ടോ എടുക്കേണ്ട ആവശ്യമുള്ളത് കൊണ്ട് ഞാൻ ഒരുങ്ങിയതാണ്. അല്ലെങ്കിൽ ഞാൻ എത്രയോ വട്ടം Q&A ചെയ്തിട്ടുണ്ട്. നമ്മൾ സാധാ വീട്ടിൽ ഇരുന്ന് ടോപ്പ് ഇട്ടുകൊണ്ട് ഞാൻ ഇരുന്നേനെ. അപ്പം നമുക്കിപ്പം അതിൻ്റെ ഒരു ആവശ്യം വന്നുകൊണ്ട് ഒരുങ്ങിയതാണ്. ഇതിപ്പോൾ ഞാൻ ഊരി കളഞ്ഞ് എനിക്ക് എൻ്റെ നൈറ്റ് ഇതുകൊണ്ട് സെറ്റിയിൽ കിടപ്പുണ്ട്. അതിട്ടില്ലെങ്കിൽ എനിക്ക് വീർപ്പ് മുട്ടും. ഇതെല്ലാം ഇപ്പോൾ കണ്ണെല്ലാം കഴുകി കളഞ്ഞില്ലേ എനിക്ക് ശ്വാസം മുട്ടും. അപ്പം നമ്മളൊരു യൂട്യൂബറാണ് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം വീഡിയോ ചെയ്യുന്നുണ്ടെന്ന് പുറത്ത് പോയി നമ്മൾ ആരും ഓടി വരുമ്പോഴാണ് നമ്മൾ ഞാൻ എൻ്റെ വീഡിയോ കണ്ടിട്ടാണെന്നുള്ളൊരു സന്തോഷം വരുന്നത്. അല്ലെങ്കിൽ ഞാൻ തന്നെയാണ്. ഈ യൂട്യൂബിൽ 9 ലക്ഷം ആയെന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു മാറ്റവും വന്നില്ല. ഞാൻ ഇപ്പോഴും പഴയ സാധനം തന്നെയാണ്. അല്ലേ എൻ്റെ അടുത്ത് അണ്ണ ചിലപ്പോഴൊക്കെ പറയും നീ വീട്ടിലും കുറച്ച് റിച്ചായിട്ടൊക്കെ ഇരിക്കാൻ. പക്ഷേ എനിക്ക് പറ്റത്തില്ല. നൈറ്റി ഇട്ടാലേ എനിക്ക് സമാധാനം വരും. അങ്ങനെ ഒരു മൈൻഡാണ്. അപ്പം ഞാനിപ്പം ആഗ്രഹിച്ചത് പിന്നെ ഇല്ല ഞാൻ ഉന്തി നേരത്തെ എനിക്ക് പറയണം. അപ്പോൾ എൻ്റെ മനസ്സ് ഈ 3-4 പേരുടെ കമൻറ്റ് ഇനി അഥവാ അവർ ഈ വ്ലോഗ് കണ്ടോട്ടെ അവരോട് എനിക്ക് 10 പറയാം എന്ന് കരുതിയിട്ട് വന്നതാണ്. 10 എന്ന് പറഞ്ഞാൽ ചീത്തയൊന്നുമല്ല ഉദ്ദേശിച്ചത്. നിങ്ങളുടെ മൈൻഡ് മാറ്റണമെന്ന് എനിക്ക് പറയാനുള്ളൂ. നമ്മൾ ഈ മൈൻഡ് സെറ്റും കൊണ്ട് നടന്നാൽ ഒരിക്കലും നമ്മൾ രക്ഷപ്പെടത്തില്ല. അതുമല്ല നമുക്ക് നല്ലതും വരത്തില്ല എന്നാണ് എൻ്റെ ഒരു ഇത്. നമുക്ക് ഒരാളൊരു കാര്യം ചെയ്താൽ അതിനൊരു ശരിയുണ്ടെന്ന് അങ്ങ് മനസ്സിലാക്കിയാൽ പോരെ. ഈ ചെറിയൊരു കാര്യങ്ങൾക്കൊക്കെ ഇങ്ങനെ വളച്ചൊടിച്ച് നിങ്ങൾ അതാണ് ചിന്തിച്ചത്, നിങ്ങൾ അതൊന്നും എങ്ങനെ നടക്കും, ഇങ്ങനെയൊക്കെയുള്ള മൈൻഡ് സെറ്റ് അത് ശരിയല്ല എന്ന് എനിക്ക് തോന്നി. അത് എന്താ പറയുക, നാളെ പലരുടെയും വീഡിയോയിൽ പല കാര്യത്തിനും ഇവർ കമൻ്റ് ഇടാം. അപ്പോൾ അവരോടുള്ളൊരു ഇത് പറയാനായിട്ടാണ് ഞാൻ ഇന്നത്തെ നമ്മുടെ ഈ സമയം കണ്ടെത്തിയത്. ഇനിയുണ്ട് പിന്നെന്ന് വെച്ചാൽ ചില ആൾക്കാർ വന്ന് നീ നിന്റെ പെണ്ണുമ്പോളെ വിറ്റ് തിന്നല്ലേ നീ ജോലിക്ക് പോവാതെ നീ കിടക്കുന്നേന്ന്. ഇന്റർവ്യൂ വരെ നമ്മൾ എന്താണ് കറക്റ്റ് പറഞ്ഞല്ല ഇത് പറയുന്ന കേക്ക്. ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ ജോലിയെന്ന് മറ്റുള്ളവരെ എനിക്ക് വെളിപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഇപ്പം ഞാൻ എൻ്റെ പ്രൈവസി ആയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ വീടിൻ്റെ കാര്യമായാലും ജോലിയുടെ കാര്യമായാലും എന്ത് കാര്യം അത് എൻ്റെ പ്രൈവസി. അത് ഞാൻ എൻ്റെ ആഗ്രഹം കൊണ്ടാണ് ഇവിടെ വെളിപ്പെടുത്താത്തത്. എനിക്ക് സത്യം പറഞ്ഞാൽ 1, 2, 3 ബിസിനസ്സുണ്ട്. അത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല അല്ലയോ. അത് നമ്മുടെ ഒരു പ്രൈവസി ആയിട്ട് കാര്യങ്ങളാണ്. കാരണം
നമ്മളിപ്പം എല്ലാവരും വിചാരിക്കുന്നത് ഇപ്പൊ യൂട്യൂബിൽ നിന്ന് അത്രമാത്രം വലിയ തേങ്ങയൊന്നും ഇത് കിട്ടത്തൊന്നുമില്ല. യൂട്യൂബ് എന്ന് പറഞ്ഞാൽ എൻ്റെ സാധനമാണ് സത്യം പറഞ്ഞാൽ. എനിക്ക് ഒറ്റയ്ക്ക് സംസാരിക്കാനും ഒക്കെ മടിയുള്ളതുകൊണ്ടാണ് ഇപ്പം ഞാൻ പൊന്നൂസിന് എനിക്ക് ഒറ്റയ്ക്ക് ഒരു ഡാൻസ് കളിക്കാൻ എനിക്ക് ഭയങ്കര ചമ്മലാണ്. പണ്ടായിരുന്നെങ്കിൽ കളിച്ചാണ്. ഞാൻ പറയും പൊന്നു നമുക്ക് ഇത് പഠിച്ച് നമുക്കൊന്ന് കളിച്ചാലോ എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിൽ പൊന്നു അവളുടെ കൂടെ കളിക്കുന്നത്. അപ്പൊ അതിനാണ് ഞാൻ അണ്ണനെ പിടിച്ചിരിക്കുന്നത്. 5-6 മാസം കൊണ്ടാണ് സത്യം പറഞ്ഞാൽ യൂട്യൂബിൽ നിന്ന് ചെറിയൊരു വരുമാനം കിട്ടുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒന്നും നേടാനൊന്നുമില്ല. ഞാൻ എൻ്റെ അധ്വാനം കൊണ്ടും എൻ്റെ കാര്യങ്ങൾ എൻ്റെ ബിസിനസ് കൊണ്ടും ഞാൻ 10 വർഷം ഗൾഫിൽ കിടന്നതാണ്. ഗൾഫിൽ കിടന്ന് അന്തസ്സായിട്ട് ജോലി എടുത്ത് വന്നിട്ട് ഞാൻ ഇപ്പം എന്നെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. അത് ഇവക്കും അറിയാം, ഞങ്ങളുടെ വീട്ടുകാർക്കും അറിയാം, എല്ലാവർക്കും അറിയാം. പക്ഷെ ഞാൻ ഇപ്പം നാട്ടിൽ നിൽക്കുന്ന സമയത്ത് ഞാൻ ഒരുപാട് ബിസിനസ് ഞാൻ പറയട്ടെ, ഞാൻ വെളിയിൽ 2-3 ബിസിനസ് ഒക്കെ ചെയ്തു. അതൊക്കെ ഞാൻ ഒഴിവാക്കി. പക്ഷെ ഞാൻ എൻ്റെതായ ഒരു 2-3 ബിസിനസ്സുകൾ ഞാൻ ഇപ്പോൾ ഇവിടെ ചെയ്യുന്നുണ്ട്. ഇപ്പം നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ചെയ്യാം. പക്ഷെ ഞാൻ വെളിപ്പെടുത്തുന്നില്ല. എനിക്കതിൻ്റെ ആവശ്യമില്ല, അല്ലയോ? എനിക്ക് എൻ്റെ ഭാര്യയെ പോറ്റിയാൽ മതി, എൻ്റെ മക്കളെ പോറ്റിയാൽ മതി. അപ്പം നമ്മുടേതായ കാര്യം നമ്മളിപ്പോൾ ജീവിക്കുന്നതും ജോലിക്ക് പോകുന്നതും എന്തിനാ? നമുക്ക് ജീവിക്കാൻ വേണ്ടിയില്ല. ആ കാര്യങ്ങളെല്ലാം ഞാൻ ഇവർക്ക് ഇന്ന് വരെ ഒരു കുറവ് ഉണ്ടാക്കിയിട്ട് കൊടുത്തിട്ടില്ല, എൻ്റെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടില്ല. ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഹാപ്പി ആയിട്ടാണ് ജീവിക്കുന്നത്. അത് എൻ്റെ മിടുക്ക് കൊണ്ട് തന്നെയാണ്, അല്ലാതെ ഈ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടൊന്നും അല്ല. ഇപ്പം എൻ്റെ കാര്യങ്ങൾ ഞാൻ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഞാൻ ചെയ്യുന്നുണ്ട്. അത് എൻ്റെ ജോലിയാണ്. ഞാനിപ്പോൾ ഇത് കളയ്ക്കാൻ പോകണം, അതോ വേറെ എന്തെങ്കിലും പണിക്ക് പോകണം? ഈ യൂട്യൂബ് ചാനൽ വരുന്ന ഈ യൂട്യൂബ് ചാനൽ ക്ലിക്ക് ആവുന്നതിന് മുമ്പുള്ള വീഡിയോസ് നമ്മുടെ ഈ യൂട്യൂബിൽ തന്നെ കിടപ്പുണ്ട്. ഒരു 4 വർഷം മുമ്പുള്ളത് അല്ലയോ ഉണ്ട്. ആദ്യം നിങ്ങൾ നോക്കിയാൽ മതി. നമുക്ക് ഈ കാറല്ല എന്നല്ലയോ ഈ യൂട്യൂബ് ചാനൽ ക്ലിക്ക് ആവുന്നതിൻ്റെ 1 വർഷം മുമ്പാണ് നമ്മൾ കാർ വാങ്ങുന്നത്, നമ്മുടെ ബ്രിസ. അതിനു മുമ്പ് നമുക്ക് ആൾട്ടോ 800 ഉണ്ട്. ഞങ്ങളുടെ ഈ 1 വർഷം കൊണ്ടാണ്, ഈ കഴിഞ്ഞ 1 വർഷം കൊണ്ടാണ് നമ്മുടെ യൂട്യൂബ് ചാനൽ ക്ലിക്ക് ആവുന്നത്. അതിന് മുമ്പ് നമ്മുടെ ബ്രിസ ഉണ്ട്, ഞങ്ങൾക്ക് ആൾട്ടോ 800 ഉണ്ട്, നമ്മുടെ ഡിയോ സ്കൂട്ടി ഉണ്ട്, ഞങ്ങൾക്ക് 10 സെന്റ് സ്ഥലം സ്വന്തമായിട്ടുണ്ട്, ഈ വീട് പണി തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങളുടെ വീട് പണിയുടെ ഫൗണ്ടേഷൻ ഈ ഞങ്ങളുടെ വീടിന്റെ ഫൗണ്ടേഷൻ, പുതിയ വീടിന്റെ ഫൗണ്ടേഷൻ കെട്ടിയതിന് ശേഷമാണ് നമ്മുടെ വീഡിയോ റീച്ച് ആയതും ഇച്ചിരി ക്ലിക്കായി തുടങ്ങിയതും. അപ്പോൾ അതിന് മുമ്പ് നിങ്ങൾ ചിന്തിച്ചാൽ മതി, നമ്മൾ എങ്ങനെ ബ്രിസ എടുത്തു, ഞങ്ങൾ എങ്ങനെ ആൾട്ടോ എടുത്തു, ഡിയോ എടുത്തു, പിന്നെ ഞങ്ങൾക്ക് 10 സെന്റ് സ്ഥലം, ഞങ്ങളുടെ സ്ഥലം മേടിച്ചതിന് 20,50,000 രൂപ ആയിട്ടുണ്ട്. ആ പൈസ എവിടെ നിന്നാണ്? ഞങ്ങൾ വീട് പണി തുടങ്ങിയ പൈസ എവിടെ? അതെല്ലാം ഇങ്ങനെ അധ്വാനിച്ചതാണ്. അല്ലാതെ ഈ യൂട്യൂബിൽ നിന്ന് പൈസ കൊണ്ട് ഞങ്ങൾ അല്ലാതെ ചില്ലറ ഇതിന് വേണ്ടി മാത്രമാണ്. ഞങ്ങളിപ്പം ശനിയാഴ്ച ആയാലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഞങ്ങൾ ഈ കയ്യിൽ കിട്ടുന്ന പൈസ നമ്മൾ അങ്ങോട്ട് ചെലവാക്കിയിട്ടാണ് നമ്മൾ അടുത്ത വീഡിയോസ് എടുക്കുന്നത്. അതായത് ഞങ്ങളെ കാര്യം, ഞങ്ങളെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ നടക്കുന്നതല്ലാതെ ബാക്കിയുള്ള ഞങ്ങളെ വീട് പണിയായാലും അണ്ണന്റെ പൈസ തന്നെയാണ്. അണ്ണൻ സൗദിയിൽ നിന്ന പൈസയാണ് നമ്മുടെ വണ്ടികളും നമ്മുടെ വസ്തുവും ഒക്കെ അണ്ണൻ സൗദിയിൽ നിന്ന് അധ്വാനിച്ചാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് വീടിന്റെ കാര്യം ചോദിച്ചിട്ടുണ്ട്, വീട് പണി എന്തുവാ. കാരണം ഞാൻ ഇവിടെ എൻ്റെ അടുത്ത് പറയുന്നത് നമുക്ക് ഇടാണേ, നമുക്ക് എന്തൊരു കാണിക്കും. പക്ഷെ ഞാൻ പറയുന്നത്, ഞാനാ അവളത്ത് പിടിച്ചു നിർത്തുന്നത്. എനിക്ക് ഇവളെ സ്വഭാവമല്ല, എനിക്ക് വേറൊരു മൈൻഡാണ്. കാരണം എന്ന് വെച്ചാൽ എനിക്ക് പ്രൈവസി കാണിക്കാൻ പാടില്ലാത്ത കാരണങ്ങൾ പറയാനും പാടില്ല, ചെയ്യാനും പാടില്ല. അവള് യൂട്യൂബിന്റെ കാര്യങ്ങളായിട്ട് അവർ മുന്നോട്ട് പോയിക്കോട്ടെ. പക്ഷെ എൻ്റെതായ ഒരു തീരുമാനങ്ങളുണ്ട്. ചിലപ്പോൾ കാണിക്കേണ്ട സമയത്ത് ഞാൻ കാണിക്കും. ഇപ്പൊ അവൾ എൻ്റെ അടുത്ത് ഒരുപാട് വട്ടം കെഞ്ചുന്നുണ്ട് വീടിന്റെ കാര്യം. എനിക്ക് തോന്നിയാൽ അവള് അത് ഇടും. ഈ അണ്ണൻ പറഞ്ഞാലേ എനിക്ക് ഇടാൻ പറ്റൂ. പിന്നെ അതുപോലെ നമ്മൾ ചിന്തിച്ചാൽ നമ്മുടെ എല്ലാ കാര്യം നമ്മൾ വീഡിയോ കാണിക്കത്തില്ല. നമുക്ക് സങ്കടമുണ്ട്, ദുഃഖമുണ്ട്, സന്തോഷമുള്ള കാര്യങ്ങൾ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. എന്തോ ഈ വീടിന്റെ കാര്യമൊക്കെ അത് കാണിക്കാം. ഇൻഷാ അല്ലാഹ് ഞങ്ങൾ നല്ല രീതിയിൽ തന്നെ കാണിക്കാം. പക്ഷെ അത് നമുക്കൊരു ആ വീടിന്റെ ഒരു ഇത് തീർന്നതിന് ശേഷം നമുക്ക് കാണിക്കാന്ന, അതായത് മൊത്തം തീർന്നില്ലെങ്കിലും ഇടയ്ക്ക് വെച്ച് കാണിക്കാം. നമ്മളൊക്കെ ഞാൻ സത്യം പറഞ്ഞാൽ നിങ്ങളെ വീഡിയോ കാണുന്നില്ലെന്നേ ഉള്ളൂ. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാരം നെട്ടോട്ട് ഓടുക. ഞാൻ അണ്ണന് ഫ്രീ ഉള്ള സമയത്താണ് വീഡിയോ എടുക്കുന്നത്. ഞാൻ ഇന്നാൾക്ക് ഹോം ടൂർ ചെയ്തപ്പോൾ തന്നെ ഞാൻ തലേ ദിവസം അണ്ണൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് നാളെ എടുക്കാൻ ഹോം ടൂർ എടുത്ത് തരുവാണ്, വീഡിയോ എടുക്കാൻ ഒരാൾ വേണ്ടേ. അപ്പോൾ അണ്ണൻ പറഞ്ഞു എനിക്ക് നാളെ പറ്റത്തില്ല, മറ്റന്നാൾ എടുക്കാം, മറ്റന്നാൾ ഫ്രീയാ, മറ്റന്നാൾ എടുക്കാം. അങ്ങനെ മറ്റന്നാൾ നോക്കിയാണ് എടുത്തത്. അപ്പം മറ്റന്നാൾ നോക്കിയാണ് അന്നത്തെ ദിവസം അത് നല്ല ഇതിൽ വന്ന് ഇടയ്ക്കിടയ്ക്ക് കമന്റ് ഇടുന്നുണ്ട്.
ഇപ്പൊ വലിയ റീച്ചൊക്കെ ആയി വലിയ പണമൊക്കെ ആയല്ലോ, അതിന്റെ അഹങ്കാരമായിരിക്കും. ഞങ്ങള് എന്റെ സ്ഥിരമായിട്ടുള്ള വ്യൂവേഴ്സ് ഉണ്ട്, 5000 സബ്സ്ക്രൈബർ തൊട്ട് എന്റെ കൂടെ ഉണ്ടെന്ന് പറയുന്നവരുണ്ട്. ഞാൻ ഇപ്പൊ 9 ഇപ്പം 9 ലക്ഷം ആയി താങ്ക് യു പറഞ്ഞപ്പോൾ 2000 സബ്സ്ക്രൈബ് ആയപ്പോൾ തൊട്ട് ഞാൻ സാലിയുടെ കൂടെ ഉണ്ട്. അപ്പൊ അവര് വന്ന് കമന്റ് ഇടട്ടെ, ആ 2000-ൽ നിന്നും ഇപ്പൊ 9 ലക്ഷത്തിലേക്ക് ആയ എനിക്ക് എന്തെങ്കിലും ഒരു വ്യത്യാസം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്തെങ്കിലും ഒരു അഹങ്കാരം കണ്ടിട്ടുണ്ടോ? മാറ്റം കണ്ടിട്ടുണ്ടോ? അഹങ്കാരത്തിന്റെ അല്ല, ഞാൻ ഇപ്പൊ ഇവര് മാറ്റമുണ്ട്, വണ്ണം വെച്ച് യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ട് നമ്മളങ്ങ് അഹങ്കരിക്കുക. ചിലവർക്ക്, ഞങ്ങൾക്ക് ഞാൻ എപ്പോഴും പറയുക, യൂട്യൂബിൽ നിന്നും അത്ര മാത്രം ഒന്നും ഇത് കിട്ടത്തൊന്നുമില്ല. ഇപ്പൊ ഞാൻ എൻ്റെ മക്കളെ ഇവരെ സന്തോഷിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് ഞാൻ മേടിച്ചു കൊടുത്തത് തന്നെയാണ്, അത് എൻ്റെ മുതലാണ്. ഈ യൂട്യൂബൊക്കെ ഉണ്ടാവുന്ന കാലത്തിന് മുമ്പ് ഞാൻ സൗദിയിൽ നിന്ന് ലീവിനൊക്കെ വരുമ്പോൾ തന്നെ ഞാൻ ഒരു 6 മാസം അല്ലെങ്കിൽ 4 മാസം, ചിലപ്പോൾ 3 മാസം ലീവിന് വരും. ആ മാസം മൊത്തം ഞങ്ങൾ ഇവിടെ ഇരിക്കത്തില്ല. ഞങ്ങൾ അന്ന് തൊട്ടേ ഇങ്ങനെ കറങ്ങാൻ പോകും. ഞങ്ങൾ ആ ചെറിയ കാറിനകത്ത് സ്ഥലമില്ല. ആൾട്ടോ 800 സമയത്ത് ഞങ്ങൾ ഊട്ടി മൈസൂരൊക്കെ പോയി താമസിക്കും. ഞാനിപ്പോ പറയും, അന്ന് നമുക്ക് യൂട്യൂബ് ചാനൽ ഉണ്ടെങ്കിൽ എന്ത് നല്ലതായിരുന്നു. അന്ന് ഞങ്ങൾ പോവാത്ത സ്ഥലങ്ങളില്ല. അന്ന് പൊന്നൂസ് കൈക്കുഞ്ഞാണ്. ഞാൻ മുന്നോട്ട് തന്നെ പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് പോലും അണ്ണൻ ലീവിന് വരുമ്പോൾ ഞങ്ങൾ ഈ ടൂറായിരുന്നു. ഞാൻ സത്യം 2 വർഷം ഗൾഫിൽ നിൽക്കും. ആ 2 വർഷം കൊണ്ട് കുറച്ച് പൈസ ഇങ്ങനെ സേവ് ചെയ്ത് ബാങ്ക് ഇട്ടിട്ട് വന്നിട്ട് 6 മാസം അടിച്ചു പൊളിക്കും. അന്നൊന്നും വീതിയൊന്നും പിടിച്ചിട്ടൊന്നുമില്ല. ഞങ്ങൾ വരും എത്ര നാള്, എന്നിട്ട് കുറച്ച് കടമാക്കിയിട്ട് ഇപ്പൊ അവസാനം ചിലപ്പോ ടിക്കറ്റ് എടുക്കാൻ പണയം വെച്ചിട്ടായിരിക്കും ടിക്കറ്റ് എടുത്തിട്ട് പോകുന്നത്. ഞങ്ങൾ അങ്ങനെ സത്യം പറഞ്ഞാൽ ഞങ്ങളെ കുറിച്ച് അന്ന് പഴയ കാര്യങ്ങളൊന്നും അറിയാത്തോണ്ടാണ്. ഞാൻ എപ്പോഴും പറയണേ, ഞങ്ങളുടെ കുടുംബത്തിലും ഞങ്ങളുടെ വീട്ടിലും അവർക്കെല്ലാം അറിയാം. ഇതാണ് അണ്ണന്റെ അണ്ണ എപ്പോഴും പറയും, ഞാൻ ഒരു വർഷം കുറച്ച് 2-3 മാസമൊക്കെ നിൽക്കും. അണ്ണൻ പറയും 1.5 വർഷം ഞാൻ എനിക്ക് ആസ്വദിക്കണം എന്ന് പറഞ്ഞ് വരുന്ന 4 മാസം അല്ലെ 6 മാസം ടൂറായിരിക്കും. പോവാത്തത് സത്യം. ഇപ്പൊ പോവാത്ത കാരണം നമുക്ക് കുഞ്ഞുങ്ങൾക്ക് സ്കൂളുണ്ട്, മദ്രസയുണ്ട്, ട്യൂഷനുണ്ട്. അപ്പൊ ഞമ്മക്ക് എങ്ങും പോകാൻ പറ്റത്തില്ല. ആ ലീവുള്ള ദിവസങ്ങളിലേ പോകാൻ പറ്റും. പക്ഷെ പണ്ട് അങ്ങനെയല്ല. പൊന്നൂസ് കൈക്കുഞ്ഞിനെയും കൊണ്ട് ഞങ്ങൾ പോവാത്ത സ്ഥലങ്ങളില്ല. കുറുക്കും സെർലാക്കും പിന്നെ ഹോട്ടലിലൊക്കെ പോയിട്ട് ഞങ്ങള് ചൂടുവെള്ളം അടുക്കളയിൽ നിന്ന് ചൂടാക്കി ദിവസം കൊണ്ട് ഞങ്ങള് ഊട്ടി വഴി, മറ്റേ ഊട്ടി, പിന്നെ ഇവിടെ വയനാട്, അവിടെ പിന്നെ ഇടുക്കി, അല്ലേ? ഒരു ദിവസം ഇവിടെ ഒറ്റ ട്രിപ്പ് ഊട്ടി പോയി അന്ന് റൂം എടുത്തിട്ട് പിറ്റേ ദിവസമായിട്ട് ഒരു 2 ദിവസം കൊണ്ട് തന്നെ ഇത്രയും സ്ഥലങ്ങൾ പോയി വന്നിട്ടുണ്ട്. പിന്നെ നമ്മള് പോവാത്ത സ്ഥലങ്ങളൊന്നും ഇല്ല. പലർക്കും പല സ്വഭാവമാണ് മുത്തുമണീസ്. അണ്ണന്റെ സ്വഭാവം വരെ എന്റെ സ്വഭാവം വരെ ഞാൻ കുറച്ച് മടിച്ചാണ്. പക്ഷെ വേറെ ഇപ്പൊ ഒരാളുടെ സ്വഭാവം അങ്ങനെ ആയിരിക്കത്തില്ല. അവർക്കിപ്പം പുറത്ത് പോകാൻ ഇഷ്ടമല്ലാത്തവരായിരിക്കും. പലർക്കും പലതാണ്. സിനിമയ്ക്ക് പോകുന്നേ പുറത്ത് കൂട്ടും, പക്ഷെ അത് എന്റെ ഇഷ്ടമാണ്, അത് ഇവളെ ഇഷ്ടമല്ല. ഇപ്പൊ നാളെ ഇവിടെ ഇരുന്നോണ്ട് ആരുടെ പേരാണ് പറഞ്ഞേ? ഇപ്പൊ ഷാജാന കുറച്ചു മുമ്പ് പറഞ്ഞല്ലേ നമുക്ക് നാളെ ആരുടെയോ കാണാൻ പോവാന്ന്. കട്ടപ്പനയിലെ ഋത്തികോഷിന്റെ ഏതാ പടം ഇറങ്ങി, പേരും പറഞ്ഞ് ഇവിടെ ഇരുന്ന് ബുക്ക് മൈ ഷോ എടുത്തു വെച്ച് നോക്കുക. അതാണ് അണ്ണന്റെ സ്വഭാവം. കാരണം അണ്ണൻ അതിന് മുമ്പേ അങ്ങനെ സെർച്ച് ചെയ്യും അങ്ങനെ. പക്ഷെ ഞാൻ അതൊന്നും നോക്കാറ് പോയി, എനിക്ക് അറിയത്ത പോലും. ഞാൻ പോയി കാണുമ്പോൾ സ്റ്റാറ്റസ് ഇടുമ്പോഴേ ഞാൻ അറിയുന്നത്. പക്ഷെ അണ്ണ അതിനൊക്കെ മുമ്പ് ഒരാഴ്ച മുമ്പ് ആ പടം ഇന്ന ദിവസമാണ് ഇറങ്ങുന്നത്, മമ്മൂട്ടിയുടെ പടം ആ ഡേറ്റിനാണ് ഇറങ്ങുന്നതെന്ന് ഒരാഴ്ച മുമ്പ് പറഞ്ഞുകൊണ്ടിരിക്കും. അതിങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് നമ്മുടെ വേറെ. അപ്പോൾ അതനുസരിച്ച് പലരുടെയും പല ജീവിത ശൈലിയാണ്. ഇപ്പൊ വലിയ പണക്കാരായാൽ പോലും അവർ പുറത്തു പോകുന്നവരായിരിക്കത്തില്ല. ഞങ്ങൾക്ക് ഇപ്പം പിള്ളേർ സ്കൂളിൽ പോകുന്നത് തിങ്കൾ മുതൽ വെള്ളി വരെ പോകുന്നത്. ഞങ്ങൾക്ക് ഈ ശനി ഞായറിലെ ഞായറാഴ്ച പോകാൻ പറ്റില്ല, പിറ്റേന്ന് സ്കൂളിൽ പോകണമല്ലോ, വൈകിട്ട് വന്നാൽ അവിടെ ജോലിപ്പാടുകളാണ്. അപ്പം ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് തോന്നുന്ന ഒരു ദിവസം ശനിയാഴ്ച. ആ ശനിയാഴ്ച ദിവസം ഞങ്ങൾ ഒരു സിനിമയ്ക്ക് പോകുന്നതിലോ വെളിയിൽ ഫുഡ് കഴിക്കാൻ പോകുന്നതിലോ എന്താ തെറ്റ്? എനിക്ക് തോന്നുന്നില്ല തെറ്റായിട്ട്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഇപ്പം എല്ലാവരും വെളിയിലത്തെ ഫുഡൊക്കെ കഴിച്ചാൽ അസുഖം ഉണ്ടാവുന്നൊക്കെ പറയുന്നു. ഇപ്പം നമ്മളിപ്പോൾ വീട്ടിൽ ഉണ്ടാക്കുന്ന സാധനങ്ങൾ ഏതുണ്ട് നല്ലത്? നമ്മൾ വീട്ടിൽ ഇപ്പോൾ നമ്മൾ നട്ട് വെച്ച ചക്കയും മാങ്ങ ഇതൊക്കെയാണ് നമ്മൾ കഴിക്കാറല്ല. നമ്മളിപ്പം ഉപ്പ് തൊട്ട് കറുപ്പൂരം വരുന്ന സാധനങ്ങൾ മാർക്കറ്റിൽ നിന്ന് എന്ത് മേടിച്ചാലും ഇതിലെല്ലാം സാധനങ്ങളൊക്കെ കെമിക്കലും വിഷങ്ങളൊക്കെയാ. ഇപ്പോൾ അടിയിൽ ചിക്കൻ മേടിച്ചാൽ പോലും അതിനകത്തെല്ലാം കുത്തി വെച്ചോണ്ടല്ലേ വരുന്നത്. ഇറച്ചി മേടിച്ചാൽ ഇപ്പോൾ തലേന്ന് തന്നെ ഇറച്ചിക്ക് വെയിറ്റ് കൂടാൻ വേണ്ടി അമ്മമാർ എന്തൊക്കെ ചേർക്കും. അതുകൊണ്ട് നമ്മൾ നല്ല ഫുഡുകളൊക്കെ കഴിക്കുന്ന കാലം മറന്നു. പണ്ടുള്ള കാലമാണെങ്കിൽ കാച്ചിലും ചേമ്പും ചേനയും ചക്കയും മാങ്ങയൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാവരും കഴിക്കുമായിരുന്നു. അന്ന് അസുഖം ഉണ്ടാകത്തില്ല. അന്ന് എൻ്റർടൈൻമെൻറ്റ് ഇല്ലായിരുന്നു. അന്ന് ഇതൊക്കെയായിരുന്നു എൻ്റർടൈൻമെൻറ്റ്. തോട്ടി മീൻ പിടിക്കാൻ പോകുന്നതും കുളിക്കാൻ പോകുന്നതും വയലിൽ കിടന്ന് കണ്ടെത്തി മറിയാൻ ആ കാലഘട്ടം. പക്ഷേ ഈ കാലഘട്ടത്തൊന്നും നമുക്ക് എൻ്റർടൈൻമെൻ്റ് ആയിട്ടൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഒരാഴ്ച പിള്ളേർ സ്കൂളിൽ വിട്ട് കഴിഞ്ഞ് 5 ദിവസം കഴിഞ്ഞാൽ ശനിയാഴ്ച ദിവസം ഒരു പരിപാടി.
അത് നമുക്ക് തെറ്റായിട്ട് തോന്നുന്നില്ല, അതൊരു രസം. അത് എനിക്ക് സത്യം പറഞ്ഞാൽ വീട്ടിലിരിക്കുന്നേ എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര ബോറാണ്. എനിക്ക് ഇങ്ങനെ ജോളിയായിട്ടാണ്. അത് എൻ്റെ ഇഷ്ടത്തിന് ഞാൻ ഇവരെയും കൂടെ കൂട്ടുപിടിച്ച് ഞാൻ ഇവരെ ഇഷ്ടം കൂടെ ആക്കി തീർക്കുക, അത്രേ ഉള്ളൂ. അത് ഞാനാണ് കാരണം, അല്ലാതെ ഇവളല്ല. അത്രേ ഉള്ളൂ മുത്തുമണീസ്. അപ്പൊ നിങ്ങളുടെ കാര്യമായിട്ട് പറഞ്ഞു കുറച്ച് കാര്യം അതാണ് സംസാരിക്കണം. പിന്നെ ഒരുപാട് അപ്പൊ നിങ്ങൾ ഒരുപാട് സംസാരിപ്പിച്ച് ഞാൻ ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ അത്രേ ഉള്ളൂ, പറയാനുള്ളതൊക്കെ പറഞ്ഞെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും ഇങ്ങനത്തെ കമന്റുകൾ കാണുമ്പോൾ വിഷമമുണ്ട്, കാരണം നിങ്ങളുടെ ചിന്താഗതി വേണമെങ്കിൽ എന്നെ ചീത്ത വിളിച്ചോ, എന്നാലും ഇതൊക്കെ ഇങ്ങനെ വൃത്തിയിട്ട കാര്യങ്ങളാണ്. ഇങ്ങനെ ചിന്തിക്കുന്നതേ തെറ്റാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. മറുപടി കൊടുക്കാതിരുന്ന പിന്നെ ചിലതൊക്കെ കിടന്ന് ചൊറിയാൻ വരുമ്പോ തിരിച്ചൊന്ന് ചൊറിയണമല്ലോ. അണ്ണൻ അങ്ങനെയാ, ഞാൻ പറയാം അടങ്ങിയിരിക്കണ്ട്. അപ്പൊ മുത്തുമണീസ്, അപ്പൊ നമുക്ക് നല്ലൊരു വ്ലോഗുമായിട്ട് പിന്നെ കാണാം. ലവ് യു സോ മച്ച്. എനിക്ക് വിശക്കുന്നു. ബൈ ബൈ.